ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ ആകെ നങ്കൂരമിടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നീലേശ്വരം കോട്ടപ്പുറം ബോട്ട് ടെർമിനൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോട്ടപ്പുറത്തെ ഈ ഹൗസ് ബോട്ട് ടെർമിനൽ ടെർമിനൽ നിർമ്മാണത്തിനായി 9 കോടി, അനുബന്ധ വികസനത്തിനായി 2 കോടി. കേവലം ഒരു ബോട്ട് ടെർമിനൽ മാത്രമല്ല കോട്ടപ്പുറം, പൂർണ്ണമായും വിനോദസഞ്ചാരികൾക്കെത്തി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. വലിയ രീതിയിൽ ആളുകൾ പ്രയോജനപ്പെടുത്തേണ്ട ഒരു കേന്ദ്രമാണ് കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ. ഇപ്പോൾ നീലേശ്വരം നഗരസഭയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളും ഇതിനാവശ്യമായ മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടത്തേക്ക് നല്ല രീതിയിൽ വരേണ്ടതുണ്ട്. നല്ല സൗകര്യമുള്ള, ഏറ്റവും പ്രകൃതി രമണീയമായ, ഏറ്റവും ശുദ്ധമായ പുഴയുള്ള ഒരു പ്രദേശമാണ്. വിദേശികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തേജസ്വിനി പുഴയുടെ ഓളങ്ങളെ കീറി മുറിച്ച് ഹൗസ് ബോട്ടിലൊരു മനോഹരമായ യാത്ര. ഒരുപക്ഷെ കാസർഗോഡ് അല്ലെങ്കിൽ വടക്കൻ മലബാറിലെ കുമരകമാണ് നീലേശ്വരത്തെ ഈ മനോഹരമായ കായലെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതാണ്ട് 22 കിലോമീറ്റർ ദൂരം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാം. രാവിലെ 10 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് വരെ പകൽ സമയത്തെ കാഴ്ചകൾ കാണാം. വൈകിട്ട് സന്ധ്യാസമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അങ്ങകലെ അറബിക്കടലിന്റെ ഓരത്ത് ഹൗസ് ബോട്ടിലിരുന്ന് അത് മനോഹരമായി കാണാം. ഇവിടെ ഏകദേശം ഒരു 27ഓളം ബോട്ട് സർവീസുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രധാനമായും സീസൺ കേന്ദ്രീകരിച്ചിട്ടാണ് സാധാരണ രീതിയിലുള്ളതെങ്കിൽ ഇപ്പോൾ ഈ ടെർമിനൽ വന്നതിന് ശേഷം ഈ ഓഫ് സീസണിൽ പോലും സഞ്ചാരികൾ വരുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. ഇവിടെ നിന്ന് മടങ്ങുമ്പോഴേ നമ്മൾ ഉറപ്പിച്ച് പറയാം, ഇത് വെനീസാണ്. വെറും വെനീസല്ല, വടക്കിൻ്റെ വെനീസാണ്.